നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഫോട്ടോഷോപ്പിലൂടെ എങ്ങനെയാണ് ഒരു ഫോട്ടോയ്ക്ക് ബേസിക്കായിട്ട് കളർ കറക്ഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഫോട്ടോഷോപ്പിൽ തന്നെ ഒരുപാട് പ്രൊഫഷണൽ മെത്തേഡുകളുണ്ട് കളർ കറക്ഷൻ ചെയ്യാനായിട്ട്. ഞാനിവിടെ പറഞ്ഞു പോകുന്നത് ജസ്റ്റ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് പഠിക്കുന്നവർക്ക് എൻ്റെ ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എൻ്റെ പേര് അൽഫാൻ ഷാനവാസ്. എൻ്റെ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ ഈ ഒരു ഫോട്ടോയാണ് കളർ കറക്ഷൻ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ വിചാരിച്ചത് 1980-നും അതുപോലെ തന്നെ 70-ലും എടുത്തൊരു ഫോട്ടോഗ്രാഫാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു ഫോട്ടോഗ്രാഫ് 1910-നും 20-നും ഇടയിലെടുത്തൊരു ഫോട്ടോഗ്രാഫാണ്. അന്നത്തെ കാലത്ത് കളർ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു ടെക്നോളജിയാണ് ഓട്ടോക്രോം. ടെക്നോളജി എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ആദ്യം ഈ ഒരു ഫോട്ടോയുടെ 3 കോപ്പി എടുക്കുന്നു. അപ്പോൾ സൈഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ ലെയറിൽ ഞാൻ ഓട്ടോ ടോൺ എന്ന് ടൈപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ ലെയറിൽ ഓട്ടോ കോൺട്രാസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. മൂന്നാമത്തെ ലെയറിൽ ഞാൻ ഓട്ടോ കളർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പം ആദ്യത്തെ ലെയർ ഞാൻ സെലക്ട് ചെയ്യുന്നു ഓട്ടോ ടോൺ. ഇനി ഞാൻ ഇമേജ് എന്ന് പറഞ്ഞ ഐക്കണിൽ പ്രസ് ചെയ്ത് താഴെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഓട്ടോ ടോൺ. അതിൻ്റെ ഷോർട്ട് കട്ട് കീ Shift+Ctrl+L. അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഓട്ടോ ടോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ RGB ലെവൽസ് എല്ലാം ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓട്ടോ ടോൺ. RGB റെഡ്, ഗ്രീന്, ബ്ലൂ. ആ എക്സ്പോസ്ചർ റെഡും ഗ്രീനും ബ്ലൂവും ഉള്ള എക്സ്പോസ്ചർ കറക്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓട്ടോ ടോൺ. ഇതാണ് ലെവൽസ്, RGB ലെവൽസാണ് അതിൻ്റെ കാണിക്കുന്ന ഗ്രാഫ്. റെഡുണ്ട്, അതുപോലെ തന്നെ ഗ്രീന്, ബ്ലൂ. അതിൻ്റെ ഗ്രാഫാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഓട്ടോ ടോണിനെ വീണ്ടും നോക്ക്. അപ്പോൾ RGB ലെവലെല്ലാം കറക്റ്റ് ബാലൻസായി ഓട്ടോ ടോണിനൊക്കെ. പിന്നെ അടുത്ത ഓട്ടോ കോൺട്രാസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് Alt+Shift+Ctrl+L. നിൽക്കുമ്പോൾ കളറിന് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷേ കോൺട്രാസ്റ്റ് കറക്റ്റ് ബാലൻസ് ചെയ്ത് നിർത്തും. അതിനെയാണ് ഓട്ടോ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. കോൺട്രാസ്റ്റ് മാത്രം കറക്റ്റ് ബാലൻസ് ചെയ്ത് നിർത്തും, പക്ഷേ കളർ ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല. അടുത്തതാണ് ഓട്ടോ കളർ. ഇമേജിൽ പോയിട്ട് ഓട്ടോ കളർ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+Shift+B. കളർ ബാലൻസ് എല്ലാം കൃത്യമായിട്ട് വന്നിരിക്കും. കളർ ബാലൻസ് ചെയ്ത് നിർത്തുന്നതാണ് ഓട്ടോ കളർ എന്ന് പറയുന്നത്. ഓട്ടോ ടോൺ എന്ന് പറയുമ്പോൾ റെഡ്, ഗ്രീന്, ബ്ലൂ എക്സ്പോസ്ചർ കറക്റ്റ് ബാലൻസ് ചെയ്ത് നിർത്തുന്നതും, ഓട്ടോ കോൺട്രാസ്റ്റിന് കളറിന് ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല, പക്ഷേ കോൺട്രാസ്റ്റ് കറക്റ്റ് ബാലൻസ് ചെയ്ത് നിർത്തുന്നതും. അതുപോലെ തന്നെ ഓട്ടോ കളർ എന്ന് പറഞ്ഞാൽ കളേഴ്സ് കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് നിർത്തുന്നത് തന്നെയാണ് ഓട്ടോ കളർ എന്ന് പറയുന്നത്. ഇനി ഞാൻ അതെല്ലാം ഹൈഡ് ചെയ്തിട്ട് താഴത്തെ ലെയറാണ് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ലെയർ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്തു. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യുവാണ് കളർ ബാലൻസ് എന്ന്. ഇനി ഇമേജിൽ പോയിട്ട്
അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ലെവൽസ് എന്ന് പറഞ്ഞ് ലെവൽസും ഉണ്ട്. ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ലെവൽസ് ക്ലിക്ക് ചെയ്തു. ലെവൽസ് വെച്ചിട്ട് കളർ കറക്ഷൻ ചെയ്യുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. RGBയുടെ ഗ്രാഫാണ്. താഴത്തത് കണ്ട, താഴത്തെ ഇതാണ് ഷാഡോസ്, മിഡ് ടോൺസ്, ഹൈലൈറ്റ്സ്. എന്നാണ് അതിന് പറയുന്നത്. ഞാനിപ്പോൾ ഷാഡോസ് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ അറ്റത്ത് കൊണ്ടുവരുമ്പോൾ കണ്ടോ, മൊത്തം ബ്ലാക്കായിട്ട് പോയി. 0 തൊട്ട് 255 വരെയാണ്. ഇനി അടുത്തതാണ് ഹൈലൈറ്റ്സ്. മൊത്തം ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയപ്പോൾ മൊത്തം വൈറ്റ് ആയത് കണ്ടോ. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ തൊട്ടാണ് അതിൻ്റെ ഹൈലൈറ്റ്സിൻ്റെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഞാൻ താഴെ ഗ്രാഫ് എവിടെയാണോ ഹൈലൈറ്റ്സിൻ്റെ ഗ്രാഫ് എവിടെയാണോ കൊണ്ട് തുടങ്ങുന്നത് അവിടെ കൊണ്ട് ജസ്റ്റ് ഞാൻ കർസർ കൊണ്ട് അവിടെ വയ്ക്കുന്നു. ഇനി ഞാൻ താഴെ അവിടെ ക്ലിക്ക് ചെയ്ത് റെഡ് ചാനൽ ഓപ്പൺ ചെയ്യുന്നു. ഞാൻ തിരിച്ചത് ആ ഗ്രാഫ് തുടങ്ങുന്നിടത്ത് കൊണ്ട് ഷാഡോസിൻ്റെ അത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. അതുപോലെ തന്നെ ഹൈലൈറ്റ്സിൻ്റെ അതും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവയ്ക്കുന്നു. ഇനി അടുത്ത ഗ്രീൻ ചാനൽ. അതുപോലെ ഗ്രാഫ് എവിടെയാണോ തുടങ്ങി അവിടെ കൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത് ബ്ലൂ. കണ്ട, ഇപ്പോൾ ഏകദേശം കളറ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കളറ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓട്ടോ കളറിൻ്റെ ലെയർ ആക്റ്റീവ് ചെയ്ത് നോക്കാം. മൂന്നും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇതിന് കുറച്ച് ബ്രൈറ്റ്നസ് കൂടിയിട്ടുണ്ട് ഞാനിപ്പം ചെയ്തതിൻ്റെ വെച്ച് നോക്കുമ്പോൾ. ഇനി അടുത്ത് ഇമേജ് എടുത്തിട്ട് ഞാൻ ബ്രൈറ്റ്നസ് ഒന്ന് കുറയ്ക്കുകയാണ്. കോൺട്രാസ്റ്റ് ശകലം ഒന്ന് കുറച്ച് കൂട്ടുകയാണ്. ഞാൻ ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. ഫോട്ടോ കറക്റ്റ് കളർ കറക്ഷൻ ആയിട്ടുണ്ട്. ഞാൻ താഴെ ചെന്നിട്ട് താഴെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറുണ്ട്. അവിടെ ചെന്നിട്ട് വൈബ്രൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. വൈബ്രൻസ് ശകലം കൂട്ടി കൊടുത്തു. കളർ ഒന്നായെന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഉപയോഗിക്കുന്നതാണ് വൈബ്രൻസ്. ഞാനിപ്പോൾ 99 എത്തിയപ്പോൾ കണ്ടു ഓവറായിട്ട് പോയി കളറ്. സാച്ചുറേഷൻ, അതായത് സാച്ചുറേഷൻ ഞാൻ ഏറ്റവും -100 ആക്കിയപ്പോൾ കണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. കുറച്ച് കൂട്ടുന്നു, ഒരു 13, 14, 15. അപ്പോൾ ഏകദേശം ഒരു പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് ഫോട്ടോ. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോക്രോം ടെക്നോളജിയെക്കുറിച്ച്. ഓട്ടോക്രോം ടെക്നോളജി എന്നാൽ പണ്ട് കാലങ്ങളിൽ കളർ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു ടെക്നോളജിയാണ്. ലൂമിയർ ബ്രദേഴ്സാണ് ഇത് വികസിപ്പിച്ചെടുത്തതും അതുപോലെ തന്നെ പേറ്റൻ്റ് എടുത്തതും. 1907 ഇവർ ഈ ഒരു ടെക്നോളജി കൊണ്ടുവരുന്നത്. നമുക്കറിയാം, പ്രൈമറി കളേഴ്സാണ് റെഡ്, ഗ്രീന്, ബ്ലൂ. ഈ 3 കളറും കൂടെ കൂടിച്ചേരുമ്പോഴാണ് ബാക്കിയുള്ള കളേഴ്സ് ഫോം ചെയ്യുന്നതും പിന്നെ അതിൽ നിന്നും ഒരു വൈറ്റ് ലൈറ്റ് നമുക്ക് കിട്ടുന്നത്. ഈ ഓട്ടോക്രോം ക്യാമറയിൽ 3 എക്സ്പോസ്ചർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് റെഡ് എക്സ്പോസ്ചർ, ഗ്രീൻ എക്സ്പോസ്ചർ, ബ്ലൂ എക്സ്പോസ്ചർ. അപ്പോൾ ഈ 3 എക്സ്പോസ്ചറും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് അവർ ഫോട്ടോ എടുക്കുന്നത്. എന്നിട്ടാണ് ലാബിൽ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്ത് എടുത്ത് കളർ ഫോട്ടോ ആക്കി കിട്ടുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോഗ്രാഫ്സ് എല്ലാം ഓട്ടോക്രോം ടെക്നോളജി ഉപയോഗിച്ച് എടുത്തതാണ്.